ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കമ്പനി ബോർഡ്, ബെബ്കോ, VFA എന്നീ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ക്ലാസ്സുകളാണ്. എല്ലാവരും ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് PYQ സെക്ഷനാണ് ഇന്ന്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. KSFEയുടെ ആസ്ഥാനം, KSFE ഇല്ലടാ, KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? നിങ്ങൾക്കറിയാം എവിടെയാണ്? അത് തൃശ്ശൂരാണ് അല്ലേ. KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അതും തൃശ്ശൂരാണ് അല്ലേ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂരാണ്. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? തൃശ്ശൂരാണ്. ആ സ്ഥലം ഏതാണെന്നറിയാമോ? കേരള പോലീസ് അക്കാദമി തൃശ്ശൂരാണെന്നറിയാം. തൃശ്ശൂർ എവിടെയാണ്? രാമവർമ്മപുരം എന്ന സ്ഥലത്താണ്. രാമവർമ്മപുരം. ഓക്കെ. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ആസ്ഥാനം എവിടെയാ? അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടിയാണ് കേട്ടോ. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടിയാണ്. കേരള വനഗവേഷണ കേന്ദ്രം എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ PSC. കേരള വനഗവേഷണ കേന്ദ്രം എവിടെയാണ്? പീച്ചിയാണ് അല്ലേ. തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള വന ഗവേഷണ കേന്ദ്രം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂരിലെ മുളങ്കുന്നത്തുകാവിലാണ് കിലയുടെ ആസ്ഥാനം. അതുപോലെ കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ അരനാട്ടുകരയാണ് കേട്ടോ. അരനാട്ടുകര. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ആസ്ഥാനമായുള്ള കുറച്ച് സ്ഥാപനങ്ങൾ പഠിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം. KSFE തൃശ്ശൂർ, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂരാണ്. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരമാണ്. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടിയാണ്. കേരള വനഗവേഷണ കേന്ദ്രം പീച്ചിയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് മുളങ്കുന്നത്തുകാവ് തൃശ്ശൂരാണ്. കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര തൃശ്ശൂരാണ്. ഓക്കെ അല്ലേ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? അറിയാമോ? 1857 മെയ് 10 അല്ലേ. ഡേറ്റ് സഹിതം പഠിക്കണേ, ചോദിക്കുവേ. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ് അല്ലേ. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? അത് ക്യാനിങ് പ്രഭുവാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ക്യാനിങ് പ്രഭുവാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ ആയിരുന്നു അല്ലേ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് എന്നാണ്? ഇമ്പോർട്ടന്റ് ആണ്. 1857 ഏപ്രിൽ 8 ഏപ്രിൽ 8 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നേതൃത്വം നൽകിയത് ഗ്വാളിയോർ അതുപോലെ ഝാൻസിയിലൊക്കെ ആരാണ് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ അത് റാണി ലക്ഷ്മിഭായി ആണ്. ഓക്കെ അല്ലേ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെ വിശേഷിപ്പിച്ചു? ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചു. വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു എങ്ങനെ വിശേഷിപ്പിച്ചു? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ഇനി നമുക്കറിയാം ഝാൻസി റാണിയെ വധിക്കുന്ന വ്യക്തി ആരാണ്? ഹ്യൂഗ്രോസ് ആണ് അല്ലേ. ഹ്യൂഗ്രോസ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഈ ഝാൻസി റാണിയെ വധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഝാൻസി റാണിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് അല്ലെ. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ആരെ കുറിച്ച് പറഞ്ഞു? ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ അല്ലേ. ഇത്രയും കിട്ടിയോ? അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ പൊട്ടിപ്പുറപ്പെടുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിങ് ആയിരുന്നു. മുഗൾ ഭരണാധികാരി ചോദിക്കുകയാണെങ്കിൽ ബഹദൂർ ഷാ സഫർ ആണ്. ഇനി ആദ്യ രക്തസാക്ഷി ചോദിക്കുകയാണെങ്കിൽ മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയത് മറക്കരുത്. 1857 ഏപ്രിൽ 8 ഇനി ഝാൻസിയിൽ അതുപോലെ ഗ്വാളിയോറിലൊക്കെ നേതൃത്വം വഹിച്ച ഝാൻസി റാണിയാണ് അല്ലേ. അപ്പോൾ ഈ ഝാൻസി റാണിയെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്ത് പറഞ്ഞാണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ഇനി ഹ്യൂഗ്രോസ് എന്താ പറഞ്ഞത്? ഹ്യൂഗ്രോസ് ആണ് ഝാൻസി റാണിയെ വകവരുത്തുന്നത് അല്ലേ, വധിക്കുന്നത്. അപ്പോൾ ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്. ഇത്ര ഓക്കെ ആണോ? കിട്ടിയോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തതേത്? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ബെസാൾട്ട്, കൽക്കരി. പെട്ടെന്ന് ആൻസർ കിട്ടും നമുക്ക്. ബെസാൾട്ട് നമുക്കറിയാം ആഗ്നേയ ശില, അതായത് പ്രാഥമിക ശിലയെന്നും ശിലകളുടെ മാതാവ് എന്നൊക്കെ വിളിക്കുന്ന ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിളാണ് ബെസാൾട്ടും ഗ്രാനൈറ്റും ഒക്കെ അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ബെസാൾട്ടാണ് ഇവിടെ ആൻസർ വരുന്നത്. അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ബെസാൾട്ടാണ് അല്ലേ. എന്നാൽ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരിയൊക്കെ എന്താടാ? അവസാദ ശിലകളാണ്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത് പറയാമോ? എങ്ങനെയാണ് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്? കാറ്റ്, ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. കാറ്റ്, ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവ പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. അവസാദ ശിലകൾ പാളികളായിട്ട് കാണപ്പെടുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ്? അഗ്നിപർവ്വത ജന്യശിലകൾ, അഗ്നിപർവ്വതങ്ങൾ കാണുന്നില്ല അവിടെ, അത് ആഗ്നേയ ശിലകളാണ് അല്ലെ. അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. ഇനി വേറെ മൂന്നാമത്തെ ടൈപ്പ് ശിലയാണ് കായാന്തരിത ശില. ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില. അതിൽ അവസാദ ശിലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി കായാന്തരിത ശില എങ്ങനെയുണ്ടാകുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് കായാന്തരിത ശിലകൾ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ഏതാന്ന് പറയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ഏതാടാ? SBI ആണോ, കാനറയാണോ, ഫെഡറൽ ബാങ്ക് ആണോ, ബംഗാൾ ബാങ്ക് ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്ക് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാ? സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിക്കുന്നത് അത് പ്രസിഡൻസി ബാങ്ക് ആണ് കേട്ടോ. പ്രസിഡൻസി ബാങ്ക് ആണ് സേവിങ്സ് അക്കൗണ്ട് സമ്പ്രദായം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ചോദിച്ചാലോ? മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? SBI ആണ്. ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക് ഏതാ? ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ചത് അത് യൂക്കോ ബാങ്ക് ആണ് കേട്ടോ. യൂക്കോ ബാങ്ക് ആണ്. ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്കാണ് യൂക്കോ ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക്, ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ചത് ബംഗാൾ ബാങ്ക് ആണ് കേട്ടോ. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ചത് ബംഗാൾ ബാങ്ക് ആണ്. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാ? ക്രെഡിറ്റ് കാർഡ് സംവിധാനം അത് SBI ആണല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചതോ? ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചത് അത് എയർടെൽ ആണ്. ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചത് എയർടെൽ ആണ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം ഏതാണ്? വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. ഏതാണ്? എക്സിം ബാങ്ക്. ഇത്ര ഒന്നുകൂടെ പറയാവേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് കാനറ ബാങ്ക് ആണ്, മറക്കരുത്. സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് പ്രസിഡൻസി ബാങ്ക് ആണ്. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ബാങ്ക് SBI ആണ്. ആദ്യമായി പൂട്ടുകളില്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക് യൂക്കോ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ബംഗാൾ ബാങ്ക് ആണ്. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാ? അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ആദ്യ പേയ്മെന്റ് ബാങ്ക് ആരംഭിക്കുന്നത് എയർടെൽ ആണ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം ചോദിച്ചാൽ എക്സിം ബാങ്ക് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ്? അത് കാർത്തിക തിരുനാളാണ് അല്ലേ. കാർത്തിക തിരുനാളാണ്. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം പഠിക്കണ്ടേ? കൂടുതൽ കാലം കാർത്തിക തിരുനാളാണ്. എന്നാൽ കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. മറക്കരുത്, റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. ഓക്കെ. ഇനി തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ആരുടെ ഭരണകാലത്താണ്? തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് അത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണെന്ന് ഓർക്കുക കേട്ടോ. ഇനി തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ആരുടെ ഭരണകാലത്താണ്? തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് അത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. രണ്ടും മാറിപ്പോകരുത്. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്തും തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്നത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്തുമാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ആരാണ്?
അത് ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലേ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറും ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലേ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ എന്നറിയപ്പെടുന്നതും ശ്രീ ചിത്തിര തിരുനാളാണ്. ഓക്കെ അല്ലേ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. ഓക്കെ അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് കാർത്തിക തിരുനാളും കുറച്ചു കാലമാണെങ്കിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുമാണ്. ആദ്യ സെൻസസ് നടക്കുന്നത് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തും ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്തുമാണ്. പിന്നെ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളും തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ചിത്തിര തിരുനാൾ തന്നെയായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇത്രയും ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകൾ അവയിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടിക തന്നിട്ടുണ്ട്, അതിൽ നേരെ അതിൻ്റെ വിഷയങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരി ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 7ാം ഷെഡ്യൂളാണ്. അതിൻ്റെ നേരെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ തന്നിരിക്കുന്നു. ശരിയാണോ? ശരിയാണല്ലേ. നമുക്കറിയാം ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക എത്രയാണ്? 7ാം ഷെഡ്യൂൾ അല്ലേ. കറക്റ്റ് ആണത്. അടുത്തത് 10ാം ഷെഡ്യൂൾ കൂറുമാറ്റ നിരോധന നിയമം ആണോ? അതും കറക്റ്റാണ്. 10ാം ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത്. 11ാം ഷെഡ്യൂൾ പഞ്ചായത്തി രാജ് നിയമം, അതും ശരിയല്ലേ. 11ാം ഷെഡ്യൂളിലല്ലേ പഞ്ചായത്തി രാജ് നിയമത്തെ പറ്റി പറയുന്നത്. ഓക്കെ. അടുത്ത 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റി നിയമം, അതും ശരിയാണ് അല്ലേ. 12ാം ഷെഡ്യൂളിലാണ് മുനിസിപ്പാലിറ്റി നിയമം വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ് അല്ലേ. പട്ടികകളുമായിട്ട് വിഷയങ്ങളുമായിട്ട് സംബന്ധിച്ച എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. 7ാം ഷെഡ്യൂള് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 10ാം ഷെഡ്യൂള് കൂറുമാറ്റ നിരോധന നിയമം. 11ാം ഷെഡ്യൂള് പഞ്ചായത്തി രാജ് നിയമം. 12ാം ഷെഡ്യൂള് മുനിസിപ്പാലിറ്റി നിയമം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ, എത്ര പട്ടികകൾ, എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ചോദിക്കാറുണ്ട്. പറഞ്ഞേ. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എങ്ങനത്തെയുള്ള പൗരത്വമായിരുന്നു? ഏക പൗരത്വമാണ് അല്ലേ. ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നു എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ് കേട്ടോ. എന്നാൽ പ്രാബല്യത്തിൽ വരുന്ന എന്നാണ് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ അല്ലെങ്കിൽ നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26-നാണ്. മാറിപ്പോവല്ലേ. ഭരണഘടനയ്ക്ക് രൂപം നൽകാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലയളവ് പറയാമോ? എത്രയാണ്? ഭരണഘടനയ്ക്ക് രൂപം നൽകാനായിട്ട് എത്ര കാലം എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം. 18 ദിവസം ഒന്നും കാണാറുണ്ട് കേട്ടോ. 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ അല്ലേ. അറിയാവുന്ന പോയിന്റ്സ് തന്നെയായിരുന്നു. നമ്മൾ ഇതിനു മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്നതിൽ ഏതെല്ലാം സ്ഥാപനങ്ങളിൽ ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കുന്നവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമാകാൻ യോഗ്യരായിട്ടുള്ളത്? എക്സ് ഒഫീഷ്യോ അംഗമാകാൻ യോഗ്യരായിട്ടുള്ളത് കേട്ടോ. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വരുന്നുണ്ടോ? എക്സ് ഒഫീഷ്യോ അംഗമാണല്ലേ. കറക്റ്റാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വരുന്നുണ്ടോ? അതും വരുന്നുണ്ട്, അതും കറക്റ്റാണ്. എന്നാൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ വരുന്നുണ്ടോ? എക്സ് ഒഫീഷ്യോ അംഗമാണോ മനുഷ്യാവകാശ കമ്മീഷനിൽ? അത് തെറ്റാണ്. ദേശീയ വനിതാ കമ്മീഷൻ, അതും ശരിയാണ് അല്ലേ. ദേശീയ വനിതാ കമ്മീഷനും എക്സ് ഒഫീഷ്യോ അംഗമാണ് അല്ലേ. അടുത്ത ചെയർമാൻ എക്സ് ഒഫീഷ്യോ അംഗമാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ. അപ്പോൾ 1, 2, 4 ഇവിടെ ശരി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കോ എന്താകാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാം അല്ലേ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷന്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസോ ആയ ഒരു വ്യക്തിക്ക് എന്താകാം? അധ്യക്ഷനാകാം എന്നാണ് അല്ലേ. ആരാണ് ഈ ചെയർമാനെ നിയമിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഉറപ്പായിട്ടും രാഷ്ട്രപതിയാണ് അല്ലേ. രാഷ്ട്രപതിയാണ്. എത്ര അംഗങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെയാണെങ്കിൽ 6 അംഗങ്ങളും ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണ്. അങ്ങനെ തന്നെ പഠിക്കണേ. ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളും ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളുമാണുള്ളത്. ഇനി ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? 2-3 എണ്ണം നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ.
അപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി പിന്നെ ഏതാണ് പറഞ്ഞത്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ വരുന്നുണ്ട്, ദേശീയ ഭിന്നശേഷി വിഭാഗ കമ്മീഷൻ വരുന്നുണ്ട്, ദേശീയ ബാലാവകാശ കമ്മീഷൻ. അവയുടെയൊക്കെ അധ്യക്ഷർ എന്തിൽ വരുന്നുണ്ട്? ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നുകൂടെ പറയാം, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒന്നുകൂടെ പറയാൻ പോവാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ഇത്രയും സ്ഥാപനങ്ങളുടെ അധ്യക്ഷരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ നിലവിൽ വരുന്നേ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 അല്ലേ. 1998 ഡിസംബർ 11 എന്ത് നിലവിൽ വന്നത്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ അല്ലേടാ? കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണേ. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ശരിയാണോ അത്? ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കുന്ന സ്വീഡൻ ആണോ? അതെ, തീർച്ചയായിട്ടും അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന: വിവരാവകാശ നിയമം പാസാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. വിവരാവകാശ നിയമമൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, പഠിക്കുന്നതാണ്. അതും കറക്റ്റായ പ്രസ്താവനയാണ് അല്ലേ. കറക്റ്റാണ്. വിവരാവകാശ നിയമം പാസാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഇനി 2005 ജൂൺ 15 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നു. ഇങ്ങനെയൊരു ഡേറ്റ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രസ്താവന കാണുമ്പോൾ ശരിയാണെന്ന് പറഞ്ഞിട്ട് അത് കറുപ്പിക്കും. പക്ഷെ അത് ശരിയാണോ? നിങ്ങളൊന്ന് ശരിക്കൊന്ന് വായിച്ച് നോക്കിക്കേ. 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യയിൽ വരുന്നത്? അത് തെറ്റല്ലേ? അടുത്ത പ്രസ്താവന: വിവരാവകാശ നിയമത്തിൽ ആകെ 31 വകുപ്പുകളാണെന്ന്. ശരിയാണോ? അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 2 and 4 അല്ലേ, 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ പറയാം. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. വിവരാവകാശ നിയമത്തിൽ ആകെ എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകളുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന് തെറ്റിയത്? അത് വർഷം ശരിയാണ്, പക്ഷെ ഡേറ്റ് ശരിയല്ല അല്ലേ. 2005 ജൂൺ 15 എന്താണ്? പാർലമെന്റ് പാസ്സാക്കുന്ന അല്ലെ വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതാണെങ്കിൽ 2005 ജൂൺ 15. എന്നാൽ ആ നിയമം നിലവിൽ വരുന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 ഓർത്ത് വെച്ചേക്കണം. അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റിപ്പോയത്. മനസ്സിലായോ? അപ്പോൾ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 ഓർത്ത് വെച്ചേക്കുക. ഇനി വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നതാണ് 2005 ജൂൺ 15. ആകെ വിവരാവകാശ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? മറന്നു പോകരുത്. 31 വകുപ്പുകളും 6 അധ്യായങ്ങളും ഉണ്ട് കേട്ടോ. ഷെഡ്യൂളുകളാണെങ്കിൽ 2 വിവരാവകാശ നിയമത്തിൽ ആകെ 31 വകുപ്പുകൾ, 6 അധ്യായങ്ങൾ, 2 ഷെഡ്യൂളുകൾ. ഓക്കെ അല്ലേ? അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ ഇതും കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.